തിരുവല്ലയിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പത്തനംതിട്ട ഐരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അജിൻ റെജി മാത്യുവിനെതിരെ പത്തനംതിട്ട ജില്ലാ കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പരമാവധി ശിക്ഷ തൂക്കുകയറ് കൊടുക്കണമെന്നേ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനൊക്കെയാ. ഇപ്പം ഇന്ന് മോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാണ്. ഈ പ്രതി അജിൻ റെജി മാത്യു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയോടൊപ്പം മരണപ്പെട്ട കവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയോടൊപ്പം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ആ കാലഘട്ടം മുതൽ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്യുമായിരുന്നു. തുടർന്ന് 12/3/2019 പെൺകുട്ടിയെ തിരുവല്ലയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നെഞ്ചത്ത് കുത്തുകയും തുടർന്ന് ബാഗിൽ നിന്നും പെട്രോൾ എടുത്ത് പെൺകുട്ടിയെ കത്തിക്കുകയായിരുന്നു. അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് കൊലപാതകം പ്രതി ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ സാക്ഷിമൊഴികളുടെ അതുപോലെ തന്നെ CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് എവിഡൻസിൻ്റെയും മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി ഇന്ന് പ്രതിയെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സുജിത് സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. സുജിത്ത്, വളരെ ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാണ് കത്തികൊണ്ട് കുത്തിയ ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം ഉണ്ടായത്. ഈ കേസിലെ ശിക്ഷാവിധി മറ്റന്നാളാണല്ലോ വരുന്നത്. കോടതി ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് വിധിന്യായത്തിൽ പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? GK 2019 മാർച്ച് 12-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തിരുവല്ല പട്ടണത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ അജിൻ റെജി മാത്യു കവിത എന്ന പത്തനംതിട്ട ഐരൂർ സ്വദേശിനിയായ 19-കാരിയെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും കൂടാതെ 3 കുപ്പികളിലായി കൊണ്ടുവന്ന പെട്രോൾ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ച തീ കൊളുത്തുകയും ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് 2 ദിവസം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ നാട്ടുകാർ ചേർന്നാണ് അന്ന് പിടികൂടി കയ്യും കാലും കെട്ടി പോലീസിന് കൈമാറിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെ കേസ് പുരോഗമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നിർണായകമായ നിരവധി തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ഒപ്പം തന്നെ കുട്ടിയുടെ മരണമൊഴിയും ഈ കേസിൽ നിർണായകമായി. ഇതിൽ ഈ പെട്രോൾ വാങ്ങിയ പെട്രോൾ ബങ്കിലെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ പെട്രോൾ കാർഡ് സ്വൈപ്പ് ചെയ്താണ് ഇയാൾ പെട്രോൾ വാങ്ങിയത്. ഇതൊക്കെ സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ നിരവധി സാക്ഷിമൊഴികളും ഇതൊക്കെ പരിഗണിച്ചാണ് കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. തിരുവല്ല കുമ്പനാട് സ്വദേശിയാണ് അജിൻ റെജി മാത്യു. ഈ മറ്റന്നാളാകും കേസിന്റെ ശിക്ഷാ വിധി ഉണ്ടാവുക. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാകും വിധി പറയുക. ഏതായാലും പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാരുള്ളത്. അത്തരത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാനായെന്ന പ്രോസിക്യൂഷനും പറയുന്നു. ഏതായാലും പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും അതുപോലെ വീട്ടുകാരും ഒക്കെ ഉള്ളത്. ശരി, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.